ഇന്നെനിക്ക് കോളേജ് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഡേ ഫുൾ റെക്കോർഡ് ചെയ്യാമെന്ന്. ഇതെൻ്റെ 4th വ്ളോഗാണ്. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നല്ല വ്ളോഗ് എടുക്കുന്നതിൽ, ബട്ട് ഐം ട്രൈങ് മൈ ബെസ്റ്റ്. ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടി വാങ്ങിക്കണം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു നഴ്സറി കണ്ട് അവിടെ ഓട്ടോച്ചട്ടോട് നിർത്താൻ പറഞ്ഞു. അപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് അവിടെ വെജിറ്റബിൾസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വെജിറ്റബിൾസിൻ്റെ തൈ, അതായത് ക്യാബേജ്, പിന്നെ വെണ്ടക്ക, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് കണ്ട ഒരാളാണിത്. എന്ത് ലൈഫാന്ന് നോക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്ലാന്റ്സ് ആണ്, അതായത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വെക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കാട്ടുചെടിക്കൊക്കെ നല്ല വിലയുണ്ടെന്ന്. 300-400 ഒക്കെയാണ് ഓരോ സാധനങ്ങൾക്ക് വില. അങ്ങനെ അവിടുന്ന് ചെടിയൊക്കെ നോക്കി 2-3 വാങ്ങിച്ചു. 2-3 വാങ്ങിച്ചുള്ളൂ, അധികമൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല വില കേട്ടിട്ട്. അങ്ങനെയൊക്കെയും കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തിയപ്പോൾ ഉച്ചയായി. അപ്പം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അടുക്കളയിൽ പോയി അമ്മനൊന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. ആ വഴറ്റുന്നതൊക്കെ ഞാനാണ്, എൻ്റെ സ്വന്തം കൈകളാണ് കാണുന്നത്. പിന്നെ ഇത് അമ്മേൻ്റെ കൈയാണ്. അമ്മ ചിക്കൻ കറിക്കകത്തിടാനുള്ള എന്തൊക്കെയോ ചെയ്യുവാണ്. അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചിക്കൻ കറി വേഗമൊന്നും ആകില്ലെന്ന്. അപ്പം ഞാൻ പോയിട്ട് ഈ വാട്ടർമെലൺ ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴിച്ചു. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് വാട്ടർമെലനാണ്. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര മെസ്സി ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ഒരു വാട്ടർമെലൺ തീം ജേർണൽ ചെയ്യാമെന്ന്. ഞാൻ ഈ ദിവസം ഒരു ജേർണൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വാട്ടർമെലൺ തീമാക്കാൻ പറ്റില്ല, കാരണം സപ്ലൈസ് ഒന്നുമില്ല. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടപ്പോൾ അത് ഈ സമയമായിട്ടുണ്ട്. റൂമിലേക്ക് ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എണീറ്റ് കുറച്ച് നേരം വെളിയിൽ കൂടെ ഒക്കെ നടന്ന്, പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് ചെയ്യാനായിട്ട്, അപ്പോൾ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. ഞാനൊരു A3 ഷീറ്റിൽ കുറേ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ A3 ഷീറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കർ ഷീറ്റ്സ് ആക്കി സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ടാസ്ക്കാണ്, കാരണം എൻ്റെ കയ്യിലുള്ള കത്രികയ്ക്ക് മൂർച്ചയില്ല, സോ അറിയാലോ. പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു. പിന്നെന്താ, പിന്നെ ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നതെന്ന് ഏതൊക്കെയോ വീഡിയോൻ്റെ അടിയിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറയാം. ആദ്യമേ തന്നെ നിങ്ങൾക്ക് വേണ്ടത് 2 ആപ്സാണ്, ഒന്ന് പിൻട്രസ്റ്റും ഒന്ന് ക്യാൻവയും. പിൻട്രസ്റ്റിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്യാൻവയിൽ കൊണ്ടുപോയി A3 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് അലൈൻ ചെയ്ത് വെച്ച് കടയിൽ കൊണ്ട് പ്രിൻ്റ് എടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കൂടാണ്ട് ഞാനിങ്ങനെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് A4 ഷീറ്റിൽ ഒരു 4 വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. A3 ഷീറ്റിൽ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് 50 രൂപയാണ് ആവുന്നത്. അതേപോലെ തന്നെ A4 ഷീറ്റിൽ എടുക്കാനായിട്ട് 10 രൂപയാവുന്നുള്ളൂ. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ നോർമൽ പേപ്പറിൽ പ്രിൻ്റ് എടുത്തേക്കുന്നതാണ്, അതായത് നമ്മൾ ബോണ്ട് പേപ്പറിൻ്റെ ആ ഒരു തിക്നെസ് ഉള്ളതിൽ വറുത്താണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എനിക്കിങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതിലാണ് ഞാനിങ്ങനെ സ്റ്റിക്കേഴ്സും പിന്നെ അല്ലാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കൽ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് സൂക്ഷിച്ച് വെക്കുവാണ്. പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റേഴ്സ് പോലത്തെ സാധനമുണ്ട്. ഇതിനൊരു കഥയുണ്ട്. അതായത് ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് പ്രിൻ്റ് എടുത്തപ്പോൾ ഭയങ്കര കുഞ്ഞതായിപ്പോയി. പിന്നെ അതൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഷോർട്ട്സ് ചെയ്യാറുണ്ട്, ജേർണൽ പേജസ്. പിന്നെ ഞാനിപ്പോൾ ഷോർട്ട്സ് ഇട്ടിട്ടാണെങ്കിലും കുറേ ദിവസമായെന്ന് തോന്നുന്നു. എനിക്ക് സമയമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണം എന്ന്. ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ ഇതിനോട് ഭയങ്കര പാഷനേറ്റാണ്, പക്ഷേ ടൈമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു മാഗി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എല്ലാവരും 3:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ചായ കുടിക്കും, പക്ഷെ ഞാനിത് ഉണ്ടാക്കുന്നത് ഏകദേശം 5 മണിക്ക് എന്താണെന്ന് തോന്നുന്നു. ഞാനപ്പോൾ ചായ കുടിക്കാനായിട്ട് കൂട്ടത്തിൽ മാഗിയും കഴിക്കുക എന്നുള്ള രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. വന്ന സമയത്ത് ചായ, എനിക്ക് മാത്രമുള്ള ചായ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ഈ മാഗി. ഞാൻ ഭയങ്കര യിപ്പിൻ്റെ ഫാനായിരുന്നു. ആ യിപ്പിൻ്റെ കൂടെ സ്റ്റിക്കറൊക്കെ കിട്ടുന്ന സമയത്ത് യിപ്പിക്ക് വേറെ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോയി. ഇപ്പോഴത്തെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് മാറാൻ തുടങ്ങിയപ്പോഴേക്കാണ് ഞാൻ മാഗിയിലോട്ട് മാറിയാണ്ട് എനിക്കിപ്പോൾ മാഗി മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് വേറെ നൂഡിൽസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായയും മാഗിയൊക്കെ കഴിച്ചിട്ട് വെറുതെ വെളിയിലേക്കൊക്കെ ഇറങ്ങി നടന്നു. ഇത് നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ്, അപ്പോൾ അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ചുമ്മാ വെളിയിൽ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന്
അങ്ങനെ നമ്മൾ വെളിയിൽ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ അകത്ത് പോയി ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർമെലൺ തീമിലുള്ളതൊന്നുമല്ല, നോർമൽ. എൻ്റെ കയ്യിൽ കുറച്ച് ജങ്ക്സ് ഉണ്ട്, അപ്പോൾ അത് കുറച്ചെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിക്ക് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഒരു ജേർണൽ പേജ് ചെയ്ത് അടുത്ത ജേർണൽ പേജ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോ പേജൊക്കെ വിടാറുണ്ട്, കാരണം ഷോർട്സ് എടുക്കുന്ന സമയത്ത് വൃത്തി ഉണ്ടാവാനായിട്ട്. അപ്പം ഞാനിന്ന് അങ്ങനെ വിട്ടിട്ടുള്ള ഒരു പേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വുഡൻ ക്ലിപ്പ് എടുത്തിട്ട് ഈ ജേർണൽ പേജ് സെറ്റാക്കി വെക്കുവാണ്, ഇല്ലെങ്കിൽ അതങ്ങനെ നിൽക്കത്തില്ല, പേജൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ടാസ്ക് ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ പൈസ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ ജേർണൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത്രയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ എടുത്തു വെച്ചു. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കൽ. ഇന്ന് ഞാൻ ഒരു കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഞാനിത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോളേജിലൊരു പരിപാടീൻ്റെ ബാക്കി വന്ന പേപ്പേഴ്സ് ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ സൈഡിലേക്ക് വന്നേക്കുന്ന പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ജേർണലിൽ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ബില്ലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജങ്ക്സ് ഉണ്ടായിരുന്നു എന്ന്, അത് ഒരെണ്ണം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കോട്ടും കൂടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ എഴുതി കൊടുത്തു. ജസ്റ്റ് ഡു മോർ ഓഫ് വാട്ട് യു ലവ്, അതാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ കൂട്ടത്തിൽ ചെറിയ സ്പാർക്കിൾസ് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേജ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബന്ധമില്ലാത്ത സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് ലാസ്റ്റത്തെ ഔട്ട്പുട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തത് അപ്പുറത്തെ സൈഡിൽ ഞാനൊരു എൻവലപ്പ് ഉണ്ടാക്കി ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇത് ഞാൻ ആ പാറ്റേൺ പേപ്പേഴ്സ് കാണിച്ച കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻവലപ്പ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതങ്ങോട്ട് ഇതുവരെ ശരിയായി വന്നിട്ടില്ല. പിന്നെ ഞാൻ തട്ടിക്കൂട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു എൻവലപ്പ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന്. ആക്ച്വലി ഈ സാധനം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയോ സൈഡിൽ കട്ടിങ് ഒക്കെ ഉണ്ട്. ഞാൻ അത് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ശരിയായി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ശ്രമമേ അങ്ങ് ഉപേക്ഷിച്ചു. 2-3 വട്ടം ഉണ്ടാക്കി ശരിയായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല ഇതിൽ, ജസ്റ്റ് കണ്ടല്ലോ അത് തന്നെ. പിന്നെ ഞാനിതാ ജേർണൽ ബുക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ്. ഇനി എന്തെങ്കിലും പറിച്ചെടുക്കാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി അടുത്തത് സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ബന്ധമില്ലാത്ത സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിലാണെങ്കിൽ ഒരു സ്റ്റാർ ഫിഷ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ചെറി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്, പിന്നെ കരിക്കിൻ്റെ സ്റ്റിക്കർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമൊന്നുമില്ല, പക്ഷേ എങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ സൺസ്ക്രീനിൻ്റെ ഒക്കെ എന്തിനാ എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അപ്പുറത്തെ പേജ് വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഈ ഒരു ഓൾ യു നീഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പുറത്തെ സൈഡിലൊരു ബീച്ച് തീമിലുള്ള സ്റ്റിക്കേഴ്സൊക്കെയാണ്. അപ്പം നമ്മുടെ ജേർണൽ പേജ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഇല്ല, കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന ജേർണൽ പേജസിൻ്റെ ഒക്കെ ഒരു ഫ്ലിപ്പ് ത്രൂ പോലെ ചെയ്യാമെന്ന്. ഇതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പേജസൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഷോർട്സ് ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേജ് വിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്ന ജേർണൽ പേജസ്. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഏകദേശം ഒരു 6 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളാം. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.